സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആദ്യമേ തന്നെ ഒരു ക്ഷമാപണം നടത്തുകയാണ്. വെള്ളിയാഴ്ചയൊക്കെ വീഡിയോ വരുമെന്നൊക്കെ കാത്തിരുന്ന ഒത്തിരിയേറെ പേര് വിളിച്ച് ചോദിച്ചു, എന്ത് പറ്റി വെള്ളിയാഴ്ച വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, ആരൊക്കെയോ പറഞ്ഞു വെള്ളിയാഴ്ച 4 മണിക്ക് വീഡിയോ ഇടും, പക്ഷേ ഇതുവരെ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയവരൊക്കെ ഒത്തിരി പേരുണ്ട്. എല്ലാവരോടും ഒന്ന് ക്ഷമ ചോദിക്കുന്നു. കുറച്ച് വർക്കിൻ്റെയൊക്കെ തിരക്കുകളിലായിരുന്നു, അതുകൊണ്ടാണ് പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത്. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, അതിനെ പ്രതിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതല്ല, കാരണം സഞ്ജു സാംസനെ കുറിച്ചൊക്കെ വളരെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞുകൂടാ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നല്ലേ എന്നൊരു ചോദ്യം. അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കളിയെല്ലാം ഞാൻ കാണാറൊക്കെയുണ്ട്, എനിക്കും ഇഷ്ടമുള്ള ഒരു കളിക്കാരനാണ്. പക്ഷേ ഈ ഒരു ചോദ്യമാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. കാരണം നമ്മൾ പോർച്ചുഗലിൻ്റെ കളികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്, അതിനെക്കുറിച്ചൊന്നും അറിയുവാൻ വലിയ താല്പര്യം. കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് ഞാൻ. ക്രിക്കറ്റിനെയാണ് കൂടുതലായിട്ട് സ്നേഹിക്കുക. ഇപ്പോൾ IPL വരുന്നു, അതിൻ്റെയൊക്കെ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരനെ കുറിച്ച് പറയുവാൻ എന്തിനാണ് സമയം കണ്ടെത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഈ ഒരു ചോദ്യം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ എന്നെ സഹായിച്ചു. ഞാനങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളൊക്കെ ഒന്നിങ്ങനെ നോക്കുന്ന അവസരത്തിൽ എനിക്ക് വളരെ ടച്ചിങ് ആയി തോന്നിയ ഒരു കാര്യമാണ്, അദ്ദേഹം എപ്പോഴും തൻ്റെ വിജയത്തിൻ്റെ പുറകിലുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താറുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ് എൻ്റെ ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് എന്നാണ് പറയുക. പോർച്ചുഗലിലെ ഒരു ദരിദ്രനായിട്ട് തന്നെ ജനിച്ചൊരു വ്യക്തിയാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ. ബാല്യകാലത്തൊക്കെ ഒത്തിരിയേറെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാവരും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ, ഒരിക്കലും വിജയത്തിലേക്ക് എത്തുമെന്ന് എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നോട്ട് നയിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ്, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോളറായിട്ട് മാറും. ആ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ അധികം വ്യൂസ് ഒന്നുമില്ല, എന്താണ് നിങ്ങളുടെ ഗോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ആണ് ഞാനത് ചെയ്തിരുന്നത്. അത് പലരും അതൊക്കെ ആ ഒരു ടൈറ്റിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, അതിലേക്ക് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോ കൊണ്ടു നടന്ന ഒരു സ്വപ്നമാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത് എന്നറിയുമ്പോൾ, മുമ്പ് പറഞ്ഞ ആ ഒരു വീഡിയോയുമായിട്ട് വളരെ ഒത്തുപോകുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സ്വപ്നം നല്ലൊരു ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോളറായിട്ട് മാറുക. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ പരിശീലനം, ഒരിക്കലും ഒരു കോംപ്രമൈസ് കൊടുക്കില്ല. തൻ്റെ പരിശീലനം ഒഴിവാക്കാതെ കൃത്യമായി പരിശീലിച്ചു കൊണ്ടുപോയി. കൂടെയുള്ളവർ കിടന്നുറങ്ങുമ്പോൾ പോലും പലപ്പോഴും എണീറ്റ് പരിശീലിച്ചിരുന്നു എന്നാണ് ആ ഒരു ജീവചരിത്രം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ തൻ്റെ ഒരു സ്വപ്നം, കാരണം ദരിദ്രനായ ഒരു വ്യക്തിയാണെങ്കിൽ പോലും എനിക്കും ഈ ലോകത്തിൽ വിജയിക്കാൻ സാധിക്കും, ഞാൻ വിജയിച്ച് കാണിക്കും എന്ന ദൃഢനിശ്ചയമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശീലനം, തൻ്റെ ആരോഗ്യത്തിന് യാതൊരു കോംപ്രമൈസും കൊടുത്തില്ല. കൃത്യമായ പരിശീലനത്തോടൊപ്പം തന്നെ തൻ്റെ ശരീരം സംരക്ഷിക്കുവാൻ, തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ പരിശ്രമിച്ചു. 40 വയസ്സിലേറെ പ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി കാണുന്ന ഒരാളും ആ വ്യക്തി അത്രയും വയസ്സനായ ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം കായിക ക്ഷമത ആ വ്യക്തിയുടെ ശരീരത്തിന് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഉള്ള യുവതാരങ്ങളെ പോലും മറികടക്കുന്ന രീതിയിൽ വളരെ സ്പീഡിൽ ഓടുവാനും ബോൾ കൺട്രോൾ ചെയ്യുവാനും കൃത്യമായി ഷോട്ടുകൾ എതിർക്കുവാനും എല്ലാം അദ്ദേഹത്തിന് സാധിക്കുന്നത് ആ കൃത്യമായ പരിശീലനം കൊണ്ടാണ്. അതേപോലെ തന്നെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഡിസിപ്ലിൻ. അത് തൻ്റെ മക്കളുടെ കാര്യത്തിലും അദ്ദേഹം വിട്ടുവീഴ്ചയില്ല. കൃത്യമായി പരിശീലനം കൊടുക്കുന്നതൊക്കെ നമ്മൾ റൊണാൾഡോ ജൂനിയറിൻ്റെ ഇതിലൊക്കെ വീഡിയോസിലൊക്കെ കാണുന്നതാണ് അല്ലേ. ചെറുപ്പം തൊട്ട് തന്നെ കൃത്യമായ പരിശീലനങ്ങൾ, തൻ്റെ മകനും ഇതുപോലെ ആയിത്തീരണമെന്ന ആഗ്രഹം, താൻ അനുഭവിച്ച ദാരിദ്ര്യം ഒരിക്കലും തൻ്റെ മക്കൾ അനുഭവിക്കാൻ പാടില്ല എന്ന വാശി, അതോടൊപ്പം തന്നെ അതിനാൽ തന്നെ അവർ നാശത്തിലേക്കും പോകാൻ പാടില്ല എന്ന പിടിവാശി കൂടി ആ ഒരു നല്ല അപ്പനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മകന് കൃത്യമായ പോക്കറ്റ് മണി, അത് കൂടുതലൊന്നും കൊടുക്കില്ല. അവന് വേണമെങ്കിൽ കോടികൾ ചെലവഴിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്, പക്ഷേ കൃത്യമായ ഡിസിപ്ലിനോടെ ആവശ്യം മാത്രം കൊടുത്ത് അവനെ കൊണ്ട് ഇതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല അപ്പൻ. അതോടൊപ്പം തന്നെ പരസ്യങ്ങൾ വരുമ്പോഴും തൻ്റെ ശരീരത്തിൽ ഒരു ടാറ്റു പോലും ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാരണം അത് മറ്റുള്ളവർക്ക് ഒരു രക്തം കൊടുക്കുന്നതിൽ നിന്ന് തടസ്സമായി മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ടാറ്റു പോലും തൻ്റെ ശരീരത്തിൽ പതിപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതുപോലെ പരസ്യങ്ങൾ വരുമ്പോൾ
താൻ കൊടുക്കുന്ന ഒരു പരസ്യം അത് മറ്റുള്ളവർക്ക് ഹാനികരമാകുന്ന ഒന്നാണെങ്കിൽ അതിലേക്ക് ഒന്നുകൊണ്ടും താൻ വീണു പോകില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത ഒരു വ്യക്തി. മാത്രമല്ല എപ്പോഴും കുടുംബങ്ങൾക്ക് പോലും വളരെ മൂല്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം കിട്ടുന്ന അവസരങ്ങളെല്ലാം കുടുംബത്തോടൊപ്പം ചിലവഴിച്ച് തൻ്റെ കുഞ്ഞുമക്കളെയും എല്ലാവരെയും കളിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന നല്ലൊരു അപ്പനായി മാറുക, തൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി മാറുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുകൊണ്ട് തന്നെ ആ ഒരു ജീവചരിത്രം വായിച്ചു കേട്ടപ്പോൾ ഞാനും ഓർത്തു, ആ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് തീർച്ചയായും നല്ലതാണ് അല്ലേ, മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവിതം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. മറ്റുള്ളവരൊക്കെ പരസ്യത്തിന് വേണ്ടി ഒത്തിരിയേറെ കാശുകൾ സമ്പാദിച്ചു കൂട്ടുമ്പോൾ ഇദ്ദേഹം അതിലൊന്നും നിന്നു കൊടുക്കാതെ കൃത്യമായ ബോധ്യത്തോടെ മൂല്യങ്ങൾ മുൻനിർത്തി ജീവിക്കുന്നത് കാണുമ്പോൾ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇന്ന് നമ്മുടെ കുട്ടികളും അനുകരിക്കേണ്ട ഒന്നാണ് ഇത് എന്ന് എടുത്തു പറയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് ഇത് ഞാൻ കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിച്ചത്. ഇത് കാണുമ്പോൾ എനിക്കറിയാം മെസ്സിയുടെ മറ്റൊരു ഗ്രൂപ്പ് നമ്മുടെ നാട്ടിലുണ്ട്, അവർ ഇനി എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുട്ബോളർ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോയോ മെസ്സിയോ അല്ല, എൻ്റെ ഇഷ്ട ആളെന്ന് പറയുന്നത് നെയ്മറാണ്. പക്ഷേ നെയ്മറെക്കുറിച്ച് ഇതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അതുകൊണ്ട് മെസ്സിയുടെ ആരാധകരും നെയ്മറിൻ്റെ ആരാധകരൊക്കെ എന്നോടൊന്ന് പൂർണ്ണമായിട്ട് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ തീർച്ചയായും നമ്മുടെ നാടിന് ആവശ്യമാണ്. അത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ആ ഒരു നിലയിലേക്ക് വളർന്നു വരുവാൻ സഹായിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ പരിശ്രമിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.